ക്ലാസ് അവസാനിക്കുകയാണല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് എനിക്ക്. കാരണം സാധാ ക്ലാസ്സുകൾ നമ്മൾ ബോറടിച്ചിട്ട് എങ്ങനെയും ഇറങ്ങിപ്പോകാനാണ് സാധാരണ നോക്കല്. ഇത് ഞാൻ ഇങ്ങനെ വാച്ച് നോക്കുക, ഇത് 1 മണി 2 മണി വരെ സാധാ. എനിക്കും ഭയങ്കര അങ്ങനെ പ്രസംഗം കേൾക്കാൻ പറ്റാത്ത ആളാണ്. മാഷായം കൊണ്ടായിരിക്കും ആരും അങ്ങോട്ട് പറയുന്നത് കേൾക്കൽ കുറവാണ്. അപ്പോൾ നല്ല ക്ലാസ്സായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരുള്ളെങ്കിലും ഞങ്ങൾ അത്ര എൻജോയ് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത്. വളരെ സന്തോഷ രീതിയിലാണ് ഞങ്ങളിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഇപ്പോഴും ബോറടിച്ചിട്ടില്ല എന്നുള്ളത്. ഇത്രയും ചൂട്, ഞാൻ നിലമ്പൂർ വന്ന് ട്രെയിനും കയറി ഭക്ഷണം കുറച്ച് കഴിച്ചുള്ളൂ, ഓടിച്ചാൽ ഞാൻ വന്നത്. എന്നിട്ടും ഒരു ഭയങ്കര എന്താ പറയുക, ദേഹത്ത് എന്തൊരു പവർ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ആ ബാക്കിയുള്ള ആൾക്കാർ ഈ കസേര കുറച്ച് ഒഴിവാണ്, അതിൽ നിറച്ച് വന്നാൽ നിങ്ങൾക്ക് ക്ഷീണം അറിയില്ല ഒന്ന്. കാരണം നോമ്പ് വെക്കുന്നവർക്ക് ക്ഷീണം. കാരണം എനിക്ക് അത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് ഒരു ക്ഷീണം അറിഞ്ഞിട്ടില്ല, സമയം പോയതും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇതൊരു എൻജോയ്മെൻ്റാണ്. പ്രസംഗകലയുടെ അപ്പുറം ഒരു എൻജോയ്മെൻ്റാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലാസ് ഇന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇന്ന് ആവശ്യമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ആ വിഷയത്തിൽ നല്ലൊരു അറിവ് നേടി, തിരിച്ചും മറിച്ചൊക്കെ പറയാനുള്ള ഒരു കഴിവും നേടി, അറിവും നേടി. പിന്നെ നമുക്ക് തന്നെ സാറ് പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് എന്നുള്ളൊരു വേർഡ് അവിടെ കിട്ടി തലയിൽ, സ്മാർട്ട്. അപ്പോൾ അതൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതിലെ ഒരു അച്ചീവ്മെൻ്റ് എന്നുള്ള ഒരു രണ്ടാമത്തെ സ്പെല്ലിങ്, ആ വേർഡ് നമുക്കൊക്കെ കുറവാണ്. അപ്പോൾ അത് നേടാനുള്ള ഒരു ശ്രമമാണ് ഇനി നടത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിന് വരിക. നല്ല ക്ലാസ്സുകളാണ് നടക്കുന്നത്. വേനലിനെ പിടിച്ചു നിർത്താൻ പറ്റും. ഇവിടെ എത്താനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് വേനലെവിടെ, ചൂടെവിടെ, തണുപ്പെവിടെ ഒന്നും അറിയുന്നില്ല. ടൈം പോകുന്നത് വിശപ്പോ ഇതാവും ഒന്നുമില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ്സിലേക്ക് വരിക. ക്ലാസ് ഒന്നുകൂടെ സന്തോഷ ഇതിൽ ആക്കുക.